ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബീഫ് ഒലത്തിയത് ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി നമുക്ക് 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ 1 കിലോ ബീഫിലേക്ക് ഏകദേശം ഒരു 1/4 കിലോ ചെറിയ ഉള്ളിയും വേണം. അങ്ങനെ കുക്കർ ചൂടായതിനു ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടത് കറിവേപ്പിലാണ് കേട്ടോ. അതിനുശേഷം ചെറിയുള്ളി ആഡ് ചെയ്യുക കേട്ടോ. ചെറിയുള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലേ, മുഴുവൻ തോടുത്ത് ആഡ് ചെയ്യാം. ചെറിയുള്ളി ഒന്ന് സോട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, ഉപ്പ് എല്ലാം ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെയും ആ ഒരു റോ സ്മെല്ല് മാറിയതിന് ശേഷം നമുക്ക് നമ്മളെ ബീഫ് ആഡ് ചെയ്യാം. ഇനി ഒന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിൽ അടുപ്പിക്കാം കേട്ടോ. ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ 2 പോയിൻറ്റ്സ് ടു റിമെമ്പർ ഉണ്ട്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും വെക്കുന്നില്ല. ആ ബീഫിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് കിടന്നിട്ട് ബീഫ് കുക്കാവുന്നത്. രണ്ടാമത്തെ കാര്യം, ലോ ഫ്ലെയിമിൽ 2 വിസിലാണ് നമുക്ക് ആവശ്യം. അങ്ങനെ വിസിലെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ആവി പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നല്ല അടിപൊളി ബീഫാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മളെ ബീഫ് പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമ്മളുടെ ബീഫ് ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിൽ വെക്കുക. കുക്കറിലുള്ള ബീഫ് കംപ്ലീറ്റ്ലി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ്ലി വറ്റാനായിട്ട് വെക്കണേ. അങ്ങനെ കംപ്ലീറ്റ്ലി വെള്ളം വറ്റി വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരാനുണ്ട്. അങ്ങനെ ഒരുപാട് മസാലാസ് ഉപയോഗിച്ചിട്ട് ബീഫ് ഉണ്ടാക്കുന്നവർ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ചൂടുള്ള പൊറോട്ടൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളുടെ ബീഫ് ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില, ഉള്ളി അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ.